ലോകമൊരു മഹായുദ്ധത്തിന്റെ വക്കിൽ നിൽക്കവേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 5 ദിവസത്തെ സൈനിക വിരാമം കേവലം ഒരു താൽക്കാലിക വെടിനിർത്തലല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ വൻശക്തികൾ തമ്മിലുള്ള ചതുരംഗ കളിയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു നിർണായക നീക്കമാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന അസ്ഥിരതയ്ക്കും ഇറാൻ അമേരിക്കൻ പോരിനും ഒരു പുതിയ പരിസമാപ്തി കുറിക്കാൻ ഈ 5 ദിവസങ്ങൾക്ക് കഴിയുമോ എന്നതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. തുടർച്ചയായ സൈനിക ഭീഷണികളും ഉപരോധങ്ങളും കൊണ്ട് ഇറാനെ വരിഞ്ഞു മുറുക്കിയിരുന്ന അമേരിക്ക പെട്ടെന്നൊരു തന്ത്രപരമായ പിന്മാറ്റം നടത്തിയത് അന്താരാഷ്ട്ര നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാനെതിരായ സൈനിക നീക്കം 5 ദിവസത്തേക്ക് നിർത്തിവെക്കാനുള്ള ട്രംപിന്റെ തീരുമാനം വെറും ഒരു മാനുഷിക പരിഗണനയല്ല, പകരം അമേരിക്കയും ഇറാനും തമ്മിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടന്ന അതീവ രഹസ്യമായ ചർച്ചകളുടെ പരിണിത ഫലമാണെന്ന് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നല്ല ചർച്ചകളാണ് നടക്കുന്നതെന്ന് ട്രംപിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഉപരിവിപ്ലവമായ വാഗ്വാദങ്ങൾക്കപ്പുറം ഇരു രാജ്യങ്ങളും ഒരു നിശ്ചിത ധാരണയിലെത്താൻ ശ്രമിക്കുന്നുവെന്നാണ്. എന്നാൽ ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി എപ്പോഴും പ്രവചനാതീതമാണ്. മുമ്പ് ഉത്തര കൊറിയയുമായി നടത്തിയ ചർച്ചകളുടെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം കടുത്ത ഭീഷണി മുഴക്കി എതിരാളികളെ ചർച്ചാമേശയിൽ എത്തിക്കുകയും പിന്നീട് അപ്രതീക്ഷിതമായ നയതന്ത്ര വിട്ടുവീഴ്ചകൾ ചെയ്യുകയും ചെയ്യുന്ന രീതി സ്വീകരിക്കുന്നതായി കാണാം. ഇവിടെയും സമാനമായൊരു പ്രഷർ രീതിയാണ് പ്രയോഗിക്കപ്പെട്ടതെന്ന് കരുതുന്നവരുണ്ട്. ഇറാൻ വെറും ഒരു വെടിനിർത്തലിന് തയ്യാറല്ല എന്ന കാര്യം അവരുടെ വ്യവസ്ഥകളിൽ നിന്നും വ്യക്തമാണ്. ഇറാന്റെ വിദേശ നയത്തിന്റെ കരുത്തുറ്റ പ്രകടനമാണ് ഈ ആവശ്യങ്ങൾ. പ്രധാനമായും 4 കാര്യങ്ങളാണ് ഇറാൻ ഊന്നൽ നൽകുന്നത്. ഭാവിയിൽ അമേരിക്ക ഒരിക്കലും ഇറാനെ സൈനികമായി നേരിടില്ല എന്ന കൃത്യമായ അന്താരാഷ്ട്ര ഗ്യാരണ്ടി. ഇത് കേവലം ഒരു വാഗ്ദാനമല്ല, മറിച്ച് ലംഘിക്കപ്പെടാത്ത ഒരു കരാറായാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഗൾഫ് മേഖലയിലെ US സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കുക, മേഖലയിലെ അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധത്തെയും ഇവിടുത്തെ താവളങ്ങളെയും ഇത് നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. വർഷങ്ങളായുള്ള ഉപരോധങ്ങൾ മൂലവും സൈനിക സംഘർഷങ്ങൾ മൂലവും തങ്ങളുടെ സമ്പദ്വ്യവസ്ഥ ഉണ്ടാക്കുന്ന ആഘാതത്തിന് കൃത്യമായി പരിഹാരം വേണമെന്ന ഇറാന്റെ ആവശ്യം അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഈ പാതയുടെ പൂർണ്ണ നിയന്ത്രണം ഇറാന്റെ കൈകളിൽ എത്തുന്നത് ആഗോള ഊർജ്ജ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി അന്താരാഷ്ട്ര സമൂഹം ഭയക്കുന്ന ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് ഇറാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതാണ് ചർച്ചകളെ ഗൗരവകരമാക്കുന്നത്. 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കുറയ്ക്കാനും ആയുധ ഗ്രേഡിലേക്ക് ഇത് എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാമെന്നും ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസികൾ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന വഴി തങ്ങൾ സമാധാനപരമായ ആണവ പദ്ധതിയെ ലക്ഷ്യമിടുന്നുള്ളൂ എന്ന് തെളിയിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു. മിസൈൽ പരീക്ഷണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആശങ്കകളെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. ഇത്രയേറെ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇരു വിഭാഗങ്ങൾക്കും ഇടയിലുള്ള അവിശ്വാസം ഇന്നും വലിയൊരു തടസ്സമാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിൽ ഈ ഭീതി നിഴലിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ അമേരിക്ക ഏകപക്ഷീയമായ ആണവ കരാറിൽ നിന്ന് പിന്മാറിയ ചരിത്രം ഇറാന്റെ മുന്നിലുണ്ട്. അതിനാൽ തന്നെ ഇത്തവണ ഒരു കരാർ ഉണ്ടായാലും അത് എത്രത്തോളം സുരക്ഷിതമായിരിക്കുമെന്ന ചോദ്യവും അവശേഷിക്കുന്നു. അമേരിക്കയിലെ ഭരണമാറ്റങ്ങൾക്കനുസരിച്ച് വിദേശ നയങ്ങൾ മാറുന്നത് ഇറാന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്കയും അവർക്കുണ്ട്. ലോകം ഈ ചർച്ചകളെ ഗൗരവകരമായി കാണാനുള്ള പ്രധാന കാരണം ആഗോള സമ്പദ് വ്യവസ്ഥയാണ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും അവിടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കാനും സമയപരിധി നിശ്ചയിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇന്ധനവില കുതിച്ചുയരുകയും ആഗോള തലത്തിൽ പണപ്പെരുപ്പം ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ തന്നെ അമേരിക്കയും ഇറാനും അപ്പുറം യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയും ഇന്ത്യയും ഈ ചർച്ചകൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 5 ദിവസത്തെ ഇടവേളയിൽ നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. അമേരിക്ക ഒരുപക്ഷെ തങ്ങളുടെ സൈനിക സാന്നിധ്യം കുറയ്ക്കാൻ തയ്യാറായാൽ അത് റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം മേഖലയിൽ വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഇതോടൊപ്പം അറബ് രാജ്യങ്ങൾ ഇറാനുമായി സമാധാനത്തിലാകുന്നത് മേഖലയിലെ ദീർഘകാല സംഘർഷങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. നയതന്ത്രം തോറ്റെടുത്ത് യുദ്ധം തുടങ്ങുന്നുവെന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇവിടെ യുദ്ധമുഖത്ത് നിന്നും നയതന്ത്രത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ട്രംപിന്റെ അപ്രതീക്ഷിത നീക്കവും ഇറാന്റെ സന്നദ്ധതയും ഒരു പുതിയ ലോകക്രമത്തിന്റെ സൂചനയാകാം. വരും ദിവസങ്ങളിലെ ചർച്ചകൾ ഒരു സ്ഥിരമായ സമാധാന കരാറിലേക്ക് വഴി തുറക്കുമോ അതോ വീണ്ടും വലിയൊരു സ്ഫോടനത്തിലേക്കുള്ള തയ്യാറെടുപ്പായി മാറുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, സൈനിക ശക്തിയേക്കാൾ ബുദ്ധിപരമായ നീക്കങ്ങൾക്കാണ് ഈ ഘട്ടത്തിൽ പ്രാധാന്യമുള്ളത്.